അപ്പോൾ നമുക്ക് നേരെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം നിയമസഭയുടെ മീഡിയ റൂമിൽ നിന്ന് തത്സമയം. സ്പീക്കറെ നിർബന്ധിക്കുക ഇത് അനുമതി കൊടുക്കാതിരിക്കാൻ വേണ്ടി. സ്പീക്കറെ പരിഹാസപാത്രമാക്കാനുള്ള ഒരു കുടുംബ അജണ്ടയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി നിയമസഭയിൽ ഇത് നടക്കുന്നത്. മരുമകൻ എത്ര വലിയ PR വർക്ക് നടത്തിയിട്ടും സ്പീക്കറോടൊപ്പം എത്തുന്നില്ല എന്നുള്ള ആധിയാണ് സ്പീക്കറെ പരിഹാസപാത്രമാക്കി പ്രതിപക്ഷത്തിന്റെ ശത്രുവാക്കി മാറ്റി നിയമസഭാ നടപടിക്രമങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുടുംബ അജണ്ടയാണ് ഇപ്പൊ സഭയിൽ നടക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു പേപ്പർ ടേബിൾ ചെയ്യാൻ സ്പീക്കർ വിളിച്ചപ്പോൾ ആ പേപ്പർ ടേബിൾ ചെയ്യാനുള്ള വാചകം ഉണ്ടല്ലോ, ആ പേപ്പർ ടേബിൾ ചെയ്യുന്നതിന് പകരം പ്രതിപക്ഷത്തിന്റെ നട്ടല് വാഴപ്പിണ്ടിയാണ് എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചത്. എന്ത് അധികാരമാണ് അയാൾക്കുള്ളത്? എന്ത് അധികാരമാണ് അയാൾക്കുള്ളത്? മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ഒരാൾ പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാനുള്ള എന്ത് അവകാശമാണ് അദ്ദേഹത്തിനുള്ളത്? ഒരു പേപ്പർ ലേ ചെയ്യാൻ എഴുന്നേറ്റ ഒരാൾ പ്രതിപക്ഷത്തിന്റെ നട്ടല് വാഴപ്പിണ്ടിയാണെന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ട് പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന. ഇന്ന് ഞങ്ങൾ ഉന്നയിച്ച വിഷയം എന്താ? ചെങ്കോട്ട് കോണത്ത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പട്ടാപ്പകൽ